ഹായ് ഹലോ ഫ്രണ്ട്സ്, മോഡേൺ ഫാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് 2 ബെഡ്റൂം കബോർഡ്, പിന്നെ അതേപോലെ കിച്ചണിലെ വർക്കാണ്. ആദ്യം നമുക്ക് ബെഡ്റൂം കബോർഡ് എങ്ങനെ സെറ്റ് ചെയ്തേക്കണമെന്ന് നോക്കാം. ഇവിടെ ഒരു റൂമിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് ബോക്സ് ടൈപ്പ് അടിച്ചിട്ടാണ്, ബോക്സ് ടൈപ്പ് മോഡലിലാണ് ഈ ഒരു ബെഡ്റൂം കബോർഡ് ഒരു റൂമിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഒരു ഓപ്പൺ ഏരിയയിൽ നമ്മൾ ബോക്സ് ടൈപ്പ് അടിച്ചിട്ടാണ് ഒരു റൂമിൽ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇവിടെ തന്നെ മറ്റൊരു റൂമിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്, അവിടെ ആ റൂമിൽ ചെറിയൊരു സ്പേസ് ഇട്ടിട്ടുണ്ടായിരുന്നു ബെഡ്റൂം കബോർഡ് ചെയ്യാനായിട്ട്. ആ ഒരു സ്പേസ് അതിൻ്റെ ഉൾവശം വളരെ കുറവായതിനാൽ തന്നെ അത് പുറത്തേക്ക് കുറച്ച് ചാടിച്ച് അതിൻ്റെ ഉൾവശം നമ്മൾ കൂട്ടി അവർക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് മറ്റൊരു ബെഡ്റൂം കബോർഡ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതിനെ തന്നെ നമ്മൾ മുകൾ ഭാഗത്ത് കുറച്ച് ഫ്രെയിം അടിച്ച് മുകൾ ഭാഗത്തും ഒരു ഡെക്ക് ഏരിയ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത്, ഇവിടെ 5.5 ഡെൻസിറ്റിയിൽ വരുന്ന മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ തട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. 2 ഡോറ്, 2 സൈഡിൽ വരുന്ന 2 ഡോറ് ഈക്വൽ തട്ടിലും, അതേപോലെ നടുവിൽ വരുന്നത് ഹാങ്കറിങ്ങിനായിട്ടാണ് ഇട്ടേക്കുന്നത്. അതേപോലെ ഡോറിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത് മിറാക്കിയുടെ PVC HPL ഷീറ്റാണ്. മിറാക്കിയുടെ ഷീറ്റ് 10 വർഷം ഗ്യാരണ്ടിയുള്ള ഷീറ്റാണ് മിറാക്കിയുടെ PVC HPL ഷീറ്റ്. ഈ ഒരു വീട്ടിൽ നമ്മൾ അത്യാവശ്യം പ്രീമിയം ലുക്കിലാണ് ഈ ഒരു വീട്ടിൽ നമ്മൾ ചെയ്ത് കൊടുത്തേക്കുന്നത്. ചിലർക്ക് കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട്, അലുമിനിയം വർക്ക് അധികം വീട് നിൽക്കില്ല, പിന്നെ അതേപോലെ തന്നെ പ്ലൈവുഡ് മൾട്ടിവുഡ് ആ ഒരു വർക്കിൻ്റെ അത്ര ലുക്ക് ഈ ഒരു വർക്കിന് അലുമിനിയം വർക്കിന് ഇല്ല എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് മാത്രം അലുമിനിയം വർക്ക് ചെയ്യാതെ അലുമിനിയം വർക്കിനോട് സമീപിക്കാത്ത ആൾക്കാരുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വർക്കിൻ്റെ അതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് അലുമിനിയം വർക്കിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതിൻ്റെ സൈഡ് കവറിങ്ങിനൊക്കെ ചെയ്തേക്കുന്നത് ഫ്ലെക്സി ബോണ്ടിൻ്റെ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ സൈഡ് കവറിങ്ങൊക്കെ ചെയ്തേക്കുന്നത്. വൈറ്റ് ആൻഡ് വുഡ് ഫിനിഷിങ്ങിലാണ് ഈ ഒരു വർക്ക് നമ്മൾ ചെയ്ത് കൊടുത്തേക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ഹിഞ്ചസ് സെറ്റ് ചെയ്തേക്കുന്നത് എപ്കോയുടെ സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് ആണ്. ഈ ഒരു ഹിഞ്ചസിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഈ ഒരു വീട്ടിലെ വർക്ക് പൂർണ്ണമായിട്ട് ഫിനിഷിങ് ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ ഫിനിഷിങ്ങോട് കൂടിയുള്ളൊരു വീഡിയോ നമ്മൾ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഉടനെ തന്നെ. ഇതേപോലെ നമുക്ക് ഓപ്പൺ ഏരിയയിൽ ബോക്സ് അടിച്ചിട്ട് നമുക്ക് ഏത് ഏരിയയിലും നമുക്ക് നമ്മളെ റൂമിൻ്റെ സൈസ് അനുസരിച്ച് വീതി കുറച്ചും കൂട്ടിയും നമുക്ക് ഹൈറ്റ് കുറച്ചും കൂട്ടിയൊക്കെ നമുക്ക് നമ്മളെ കസ്റ്റമേഴ്സിനനുസരിച്ച് നമുക്ക് റൂമിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.